ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, 2 ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. 2 ദിവസം വീട്ടിൽ കൂടെ ഒക്കെ കറങ്ങിയില്ലേ? ആ ഇനി വൈകുന്നേരം എന്നാ എല്ലാം ഉണ്ടാക്കിയോ? വൈകുന്നേരം ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. പോരെ? അപ്പോൾ ഇന്ന് ഹെവി ഫുഡൊന്നും ഇല്ലേ? വേണ്ട, ഹെവി ഫുഡിന് തരുന്ന പരിപാടി നിർത്തി. അത് കൊള്ളാം. ഈ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കുഞ്ഞിക്ക് വല്ലതും കൊടുത്താൽ മതിയായിരുന്നു. രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡേ കഴിക്കാവുള്ളൂ. അത് നേരത്തെ കഴിക്കണം. നമ്മളെല്ലാ ദിവസവും താമസിച്ചാ കഴിക്കുന്നേ. അതുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ട് വല്ലതും കഴിച്ചാൽ മതി. മതി എന്നാൽ 2 ചെറിയ ലൈറ്റിങ് ഇതാ. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. അതേ ഉള്ളൂ ഇന്ന്. ഭക്ഷണം കൂടിയിട്ട് എല്ലാവർക്കും തടി വെക്കുന്നു. അതെല്ലേ? പിന്നെ കാരണം അതൊന്നുമല്ല, ഞങ്ങളൊന്ന് വൈകിട്ട് വന്നു. ഇനി ചോറ് വെക്കാനൊന്നും സമയമില്ല. ചോറ് വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇരിപ്പുണ്ട്, ബ്രെഡും ഇരിപ്പുണ്ട്. പെട്ടെന്ന് ഒരെണ്ണം തട്ടിക്കൂട്ടുക. ഓംലേറ്റ് ഉണ്ടാക്കി തിന്നിട്ടും കിടക്കാം. വീഡിയോ എടുക്കുന്ന ആൾക്ക് മുട്ട കണ്ടപ്പോൾ ഒരു അക്ഷരം മിണ്ടാതെ നിൽപ്പുണ്ട് അവിടെ. ഒന്നും മിണ്ടുന്നില്ല. എങ്ങനെയാണേലും കുഴപ്പമില്ല കുഞ്ഞി, എന്തേലും ഒന്ന് കഴിച്ചിട്ട് കിടന്നാൽ മതി. കുഞ്ഞിക്ക് അങ്ങനെയല്ല, കുഞ്ഞിക്ക് മുട്ട കൊണ്ടുള്ള എണ്ണ തീർക്കാനും വേണ്ടിയല്ല. പോരെ കുഞ്ഞി? ചോറ് വെക്കണോ? വേണ്ടല്ലോ. കുഞ്ഞെ പറഞ്ഞ ചോറ് വെക്കണ്ട. വൈകിട്ട് ചോറ് കഴിക്കരുത്. നമുക്ക് ബ്രെഡും മുട്ടയും കൊണ്ട് എന്തേലും ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കാൻ. അതിനെ വന്ന വഴിക്ക് ബ്രെഡും വാങ്ങിച്ചുകൊണ്ട് പോകണം. ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്നതേ ഇങ്ങനെയാ. ഇതുണ്ടോ, മുട്ടയ്ക്കകത്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് വെക്കണം. ഇങ്ങനെ മുക്കുക, ഇങ്ങനെ മുക്കുക. കുറച്ച് മുട്ടയൊന്നും പോരാ, മുട്ട നല്ലപോലെ വെക്കണം. മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് ഇങ്ങനെ വെക്കണം. ആര് പറഞ്ഞു? അതിനി ഉണങ്ങി വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. ഒരെണ്ണം കൂടി എടുത്തില്ലല്ലേ? നേരത്തെ ഇട്ടായിരുന്നു. രണ്ടെണ്ണം എടുത്തുള്ളൂ. തീ കൂട്ടി വെച്ചാൽ കരിവായിരിക്കും. തീ കൂട്ടിച്ചാൽ കരി. എന്താണ് എല്ലാം കൂടെ പൂച്ച കാവൽ നിൽക്കുന്ന നിൽക്കുന്നേ? ഇത് മുട്ടയായതുകൊണ്ട് ഇങ്ങനെ കാവൽ നിൽക്കുകയല്ലേ എനിക്ക്. കുഞ്ഞ് പ്രത്യേകിച്ച് നിൽക്കുന്ന മുട്ടയായതുകൊണ്ടല്ലേ, കുഞ്ഞ് നിൽക്കത്തൊന്നുമില്ല. മുളക് വെള്ളമുളകായിട്ടേക്കുന്ന നല്ല എരിവ് കാണും. നല്ല ഒന്നാം തരം. അല്ലല്ല, വെള്ളക്കാന്താരി നല്ല എരിവുള്ളതാ. അവിടുന്ന് പല സൈസ് മുളകും കൊണ്ടാവുന്നത്. അതുകൊണ്ട് കാന്താരിയും ഉള്ളിയും കൂടെ എരിഞ്ഞും കിട്ടും. ഒരു കൂട് നിറച്ച് കാടുണ്ടെന്നേ. അതെന്നതാ കൊളസ്ട്രോൾ കുറയാനായിട്ടുള്ള നിലക്കുഞ്ഞില്. ആനച്ചോടി അല്ലേ? നിലക്കുഞ്ഞിലിന്ന് അതിനൊരു പേരുണ്ട്. അങ്ങനൊന്നും കാണത്തില്ല. നിലക്കുഞ്ഞില് അങ്ങനെ ഒരു പേരുണ്ട്. ആനച്ചോടിക്ക് വേറൊരു പേര് നിലക്കുഞ്ഞില്. അതിന്റെ പേരാണ്. അത് തന്നെ, അത് കൊളസ്ട്രോളിന് നല്ലതാ. പിന്നെ കൊള്ളാവോ? നോക്ക്, നിങ്ങൾ ഉണ്ടാക്കിയ പോലെയാണോ മുട്ടയിലേ ഉണ്ടാക്കി വെച്ചിട്ട്? ഇനി ഇടണോ? ഇതൊക്കെ മതിയെന്നു വേന പറഞ്ഞ വിട്ടോ. എനിക്ക് എല്ലാം കൂടെ ഞാൻ ഉള്ളിയില്ലെന്ന് ഞാൻ മുളകും ഉള്ളിയൊക്കെ വെച്ച് തരാം. എന്തോ മുൻവൈരാഗ്യത്തോടു കൂടിയുള്ള ബ്രെഡ് ഓംലെറ്റ് ആണെന്ന് തോന്നുന്നു. മുളകെല്ലാം വാരി ഇടുന്നുണ്ട്. അല്ല, മുളകില്ലേ ഇല്ലെന്നും പറഞ്ഞു. വൈരാഗ്യം അല്ലേ? മുട്ടയ്ക്കകത്തോലും എനിക്ക് മുളകിട്ട് തരാത്തതാ. തിന്നാ മതി. കുഞ്ഞി എരിവില്ലെന്നാ പറഞ്ഞത്. ഇല്ല, കാന്താരി ഇതേ ആവശ്യം പോലെ എരിഞ്ഞ് ഞാൻ വെച്ചിട്ട്. അല്ല, അതെനിക്കുള്ളതല്ല. നീയല്ലേ പറഞ്ഞേ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ടേസ്റ്റ് പോകും. അത് തിന്ന് ചൂടായ മുട്ട ഇല്ലാതെ ഉണ്ടാക്കാം ബ്രെഡും കൊണ്ട്. ഓംലേറ്റോ?
ഓംപ്ലേറ്റ് അല്ല, നല്ലപോലെ ഇഞ്ചി ഉള്ളിയും കരിവേപ്പിലയും കാന്താരിയും പല പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിങ്ങോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് മാവും കൂടെ ഇടണം, മൈദാ മാവ്. എന്നിട്ട് അങ്ങോട്ടിട്ട് ഉപ്പ് ഒഴിച്ച് അങ്ങോട്ട് അത് ഇളക്കണം. അച്ചമ്മച്ചി മറ്റേ ഏത്തക്കാബോളി ഉണ്ടാക്കിയിട്ട് മാവ് ബാക്കി വരുമ്പോ അതിൻ്റെ അകത്തോട്ട് ബ്രെഡ് മുക്കിയിട്ട് ഇട്ട് തരും. എന്നിട്ട് ബ്രെഡ് അങ്ങോട്ട് ഇതെല്ലാം കൂടെ കലക്കിയിട്ട് ഇതിനകത്തുനിന്ന് മുക്കി എടുത്ത് എണ്ണയിലോട്ട് ഇടണം. അപ്പം നല്ല സൂപ്പറായിട്ട് അത് ബ്രെഡ് പൊരിച്ചത്, ബ്രെഡ് പൊരിച്ചത്. എന്നൊക്കെ ആക്കാം. നമുക്കേ തങ്കമ്മേനെ ഒന്നുകൂടി കൊണ്ടുവരണ്ടേ? കൊണ്ടുവരണ്ടേ? എപ്പോ വരാൻ റെഡി ആയിട്ടിരിക്കുവാ? വിളിച്ചാ ഇപ്പൊ വരും. റെഡി ആയിട്ടിരിക്കുവോ? അതുകൊണ്ടല്ലേ ഞങ്ങള് വിളിക്കാത്തത്. ആഹാ, ഞങ്ങൾക്കാണെങ്കി വരണോന്നേ ഉള്ളു, മോൾക്കാണെങ്കി വരണ്ടെന്നാ. കണ്ടോ? അതെ, പിന്നെ ആദ്യം ഉണ്ടാക്കിയതേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു മുട്ടയും കൂടെ എടുത്തിട്ട് കുറച്ചും കൂടെ ഉണ്ടാക്കാം. നിനക്കെന്നെ മുട്ടയാണെന്ന് പറഞ്ഞിട്ടാണോ ഇപ്പൊ ഇത് കൂടുതൽ ഉണ്ടാക്കണോന്ന് പറയുന്നേ? വേറെ വല്ലതാണ് ചോറ തിന്നാൻ പറഞ്ഞെങ്കിൽ അവന് വേണ്ടല്ലോ. അത് ചോറില്ലേ? മുട്ടയെന്ന് കേൾക്കുമ്പോൾ മാത്രം കുഞ്ഞി പിന്നെ ഉണ്ടാക്കിക്കോളാൻ പറയും. ഇഷ്ടമുള്ളതൊക്കെ തിന്നണം, എങ്കിലേ ദേഹത്ത് പിടിക്കുള്ളൂ. അയ്യോ, അമ്മയാ പറഞ്ഞേക്കുന്നത്. ഇഷ്ടമുള്ളത് പിടിക്കണം. ചോറ് തിന്നാൻ കഴിയല, മുട്ട ഉണ്ടെങ്കിൽ ചോറ് തിന്നും. അതിഷ്ടമല്ലല്ലോ. എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരെ ഭയങ്കര ഇഷ്ടം. കപ്പ തിന്നാൻ കഴിയല, ചക്ക വേസ് തിന്നാൻ കഴിയല. എന്നാ വന്നാലും കഴിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. മറ്റേ തോരക്കറി എല്ലാം മാറ്റി വെച്ചിട്ട് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പച്ചക്കറി കഴിക്കാൻ കഴിയല. പച്ചക്കറി കഴിക്കണം. അതൊക്കെ നമ്മുടെ മാമൻ വന്ന അല്ലേ, എന്നാ ഉണ്ടാക്കി കൊടുത്താലും കറി എന്നതാണേലും പുള്ളി കഴിച്ചോളും. ഒരു സാധനം മാറ്റി വെക്കുമല്ല. പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത സാധനമില്ല, ഈ അമിതമായ ഇഷ്ടമുള്ളത്. ഇല്ലേ, ഇതിന്റെയൊക്കെ മുള്ളു വരെ തിന്നൂന്നേ. ഞാൻ പിന്നെ മത്തിയുടെ നത്തോലിയുടെ ഒക്കെ മുള്ളു ഞാൻ കടിച്ചു തിന്നും. അതിനാ ഏറ്റവും ഗുണമുള്ളത്, ഈ നത്തോലിയുടെ ഒക്കെ മുള്ളിനാ ഏറ്റവും ഗുണമുള്ളത്. പാത്രം കഴുകി കൊടുക്കുന്നിരിക്കും. അങ്ങനെ കൂട്ടുന്നവരെ ആദ്യം കാണുന്നത്. ഇതല്ലേ നിൽക്കുന്നേ രണ്ടെണ്ണം. തീർന്നു എടുത്തുകൊണ്ട് വെച്ചു. ഒരെണ്ണം കൂടെ അല്ല, അതും കൂടെ ഇതും കൂടെ അങ്ങോട്ട് എടുത്ത് വെക്കാം. ഇപ്പൊ ഇന്നത്തെ അത്താഴം ഇതേ ഉള്ളൂ. ചെറുത് ലൈറ്റായിട്ടുള്ള ആഹാരം. 2 ബ്രെഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു 5 മുട്ടയുണ്ട്. ഇങ്ങനെ പോയാൽ ലാസ്റ്റ് ആകുമ്പോ ഇത്രയൊക്കെ ആയിരിക്കും തരുന്നത്. വയറ് കൊടുക്കാന്ന് പറഞ്ഞു ലൈറ്റായിട്ട് തിന്നാവതിനും പറഞ്ഞു. അതെ, നിന്റെ അച്ഛക്ക് ഇച്ചിരി വയറ് കൂടുതലായി, ഇട കൊണ്ട് ഭക്ഷണം ചേർക്കുക. അതുകൊണ്ടൊന്നും അല്ല, ഇന്ന് പണിയെടുക്കാൻ മടിയാ, താമസിച്ചാ വന്നത്. അതുകൊണ്ട് ഓരോ കാരണം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളോട് 2 ബ്രെഡ് നിന്നേച്ച് കിടന്നോളാം. ഇനി രാവിലെ തൊട്ട് ഇങ്ങനെ ആയിരിക്കും. 2 ബ്രെഡ് എടുക്കുക, മുന്നേ വീട്ടിൽ നിന്ന് കഴിച്ചാൽ 2 ബ്രെഡ് എടുക്കുക, ചൂടാക്കുക. ഉച്ച കഴിച്ചില്ല, അതൊക്കെ കഴിക്കാൻ നമ്മളെ കുറ്റമല്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. കഴിച്ചാലും കഴിച്ചു 12 മണി രാത്രിയൊക്കെ ആകുമ്പോ എല്ലാരും അന്നേരം അടുക്കള പൂച്ച കയറുമായിരിക്കും. അന്നേരം ഞാൻ പയ്യെ പമ്മി വരും പാത്രം തട്ടുന്ന വെച്ച കേട്ടുണ്ട്. അല്ല, അതെ, വല്ല ഉണ്ടാക്കി വെക്കണ്ടേ. പൂച്ച എപ്പോഴാ തല്ലു മേടിച്ചോളൂ. എന്നാ കഴിക്കരുത്. അയ്യോ, എനിക്ക് തന്നെയാ കാന്താരി കിട്ടിയത്. ഭയങ്കര എരു, ചോടി വരെ നീർന്നു. അവനവ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ നീ എനിക്കിട്ട് തന്നെ വെച്ചതെന്ന് എനിക്കറിയാം. ഇത് ഇവന് കൊടുക്കണമെന്ന് പറഞ്ഞ കാന്താരി കൂടുതലുള്ള ഞാൻ വാരി. അതെ, എനിക്കിട്ടാന്നും പറഞ്ഞുള്ള മുളകെല്ലാം കൂടെ വാരി എറിഞ്ഞാ നല്ല എരുവാ, സൂപ്പർ എരുവായി. കാന്താരി എന്റെ ചോടി വരെ നീർന്നു. കണ്ണു അടച്ചെടുത്ത് കടിച്ചു തരുമായിരുന്നു. അപ്പം അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.